എനിക്കിഷ്ടമാണ് ആൾക്കാർ ഭക്ഷണം കഴിഞ്ഞിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കാനും അവർ കഴിച്ചിട്ട് ഇഷ്ടമെന്ന് പറയുന്നതും അത് അപ്പപ്പോൾ കിട്ടുന്ന ഒരു നല്ല മറുപടിയല്ലേ. ആ ഒരു സംഗതിക്കാണ് നല്ലോണം കഴിച്ചു, ഐ ലവ്ഡ് ഇറ്റ്, എനിക്ക് നല്ല തിന്ന മാതിരിയായി എന്ന് പറയുന്നതാണ് റാഹത്ത് എന്ന് പറയുന്നത്. സഞ്ജീവ് കപൂർ ഉണ്ട്, ഷെനാസ് ഹുസൈൻ ഉണ്ട്, വൈ നോട്ട് അബിദ റഷീദ്, ബാഡ് ഓൾസോ. അപ്പോൾ ഞാൻ ഐ വോണ്ട് ടു മേക്ക് മീ എ ബ്രാൻഡ്. ആ ട്രിക്ക് എന്ന് പറഞ്ഞാൽ മട്ടന് ഒരു 700-800 rupees കൊടുത്ത് വാങ്ങുന്ന സാധനം തിന്നോണ്ടിരിക്കുമ്പോൾ ചോദിക്കണം ഇത് മട്ടനാണോ ബീഫാണോ എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ മാന്തി നോക്കിയിട്ട് അതിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചിട്ട് ഇതാണോ എന്നല്ല ചോദിക്കേണ്ടത്. യെസ് ഐ വോണ്ട് ടു ഈറ്റ് മട്ടൺ ടുഡേ, അല്ലെങ്കിൽ ഞാൻ കോഴിയാണ് കഴിക്കാൻ പോണത്. ഇതൊക്കെ ഒരു മനസ്സെന്ന് പറഞ്ഞ സാധനം കൂടി ഉണ്ട്. അതൊരു സന്തോഷമാണ്. നല്ല തിന്നാണ്ടാക്കി നിങ്ങൾ കഴിച്ചാൽ ഞങ്ങൾ ഇന്നെ മറക്കൂല. നമ്മളൊരു 10-25 കൊല്ലം കഴിഞ്ഞിട്ട് എവിടെയും കണ്ടാൽ പറയും ഞങ്ങളെ ബിരിയാണി ഇപ്പോഴും ഓർമ്മ ഉണ്ടല്ലോ. ആ ഒരു വർത്താനാണ് നമ്മളുടെ സന്തോഷം. ഹോം ഷെഫ് ആബിദ റഷീദാണ് ദ ക്യൂനൊപ്പം. സ്വാഗതം. കോഴിക്കോട് നിന്ന് BA പഠനം, പിന്നീട് ബിസിനസ്സിൽ ഡിപ്ലോമ, പിന്നീട് ബിസിനസ് രംഗത്തേക്ക്, യാദൃശികമായി ബിസിനസ്സിൽ പരാജയപ്പെടുന്നു, പിന്നീട് വളരെ ആക്സിഡൻ്റലിയാണ് ഈ പാചകം തിരഞ്ഞെടുക്കുന്നത്. ഇത്താക്ക് ഈ പാചകം നൽകുന്ന സന്തോഷം എന്താണ്? എനിക്കിഷ്ടമാണ് ആൾക്കാർ ഭക്ഷണം കഴിഞ്ഞിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കാനും അവർ കഴിച്ചിട്ട് ഇഷ്ടമെന്ന് പറയുന്നതും അത് അപ്പപ്പോൾ കിട്ടുന്ന ഒരു നല്ല മറുപടിയല്ലേ. മറ്റ് ലൈക്ക് നിങ്ങൾക്കൊരു റെക്കഗ്നിഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്ക് ഒരുപാട് പരീക്ഷകൾ കഴിയണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അത്രയും മെനക്കെട്ടിട്ടല്ലേ കിട്ടുക. ഒരു നേരം ഒരു ഭക്ഷണം വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്രീസിയേഷൻ, അതിൻ്റെ ആ ലവ് അത് അപ്പം തന്നെ കിട്ടും. അത് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യം, സന്തോഷമുള്ള കാര്യമാണ്. മലബാർ മേഖലയിലെ ഭക്ഷണങ്ങളൊക്കെ ഒരു റാഹത്ത് എന്നാണ് അതിനെ വിശേഷിപ്പിച്ച് കണ്ടത്. ഇത്ത മലബാറിലെ ഭക്ഷണത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഈ റാഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ളത് നമുക്ക് ഒരുപാട് ഭക്ഷണം കണ്ടിട്ട് അവസാനം ഒന്നുമല്ലാത്ത മാതിരി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഴിച്ചൊരു സുഖം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്തിൻ്റെ കൂടെ കഴിക്കണം, ആ കോമ്പിനേഷൻസ് മനസ്സിലാക്കിയ. ഇപ്പം എന്നും പുട്ട് കഴിക്കണമെങ്കിൽ എപ്പോഴും അത് കടലക്കയല്ലേ, അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെ നല്ലൊരു മീൻ വരട്ടിയത്, അങ്ങനെ ഓരോരോ പർട്ടിക്കുലർ കോമ്പിനേഷൻ നമ്മളത് കഴിച്ച് ശീലമായി. മാത്രമല്ല ആ ഒരു കോമ്പിനേഷനിൽ അത് കഴിക്കുമ്പോൾ അത് പിന്നെയും അതേ സാധനം തന്നെ കഴിക്കാനുള്ളൊരു തോന്നൽ. ആ കഴിച്ച് നല്ലോണം കഴിച്ചാൽ എന്താ, ഞാൻ നല്ലോണം കഴിച്ചു, ഐ ലവ്ഡ് ഇറ്റ്. ആ ഒരു സംഗതിക്കാണ് നല്ലോണം കഴിച്ചു, ഐ ലവ്ഡ് ഇറ്റ്, എനിക്ക് നല്ല തിന്ന മാതിരിയായി എന്ന് പറയുന്നതാണ് റാഹത്ത് എന്ന് പറയുന്നത്. അല്ല, അപ്പൊ ഈ മലബാർ മേഖലയിൽ ഈ ഒരു ഭക്ഷണത്തിന്റെ പെരുമ ഇപ്പൊ നാടാകെ കേളി കേട്ട ഒരു കാര്യമാണല്ലോ. അപ്പൊ ഇതിന്റെ ഒരു ചരിത്രം തുടക്കമൊക്കെ എങ്ങനെയെന്നുള്ള അന്വേഷിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ എന്നെ ഒറ്റയ്ക്ക് ഈ കടമ തുടങ്ങിയിട്ട് 25 കൊല്ലമായി. ഞാൻ ഇപ്പം 64 വയസ്സായി എനിക്ക്. ഈ 60-ാമത്തെ വയസ്സിലാണ് എനിക്ക് ഇതിനെ ഒരു ബ്രാൻഡാക്കി ഈ ഭക്ഷണം. ലൈക്ക് ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യും, എനിക്ക് തുണിക്കച്ചവടമാണ്. അപ്പം ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലും പോയപ്പോഴൊക്കെ അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മളുടേതായ ഒരു ഭക്ഷണം ഉണ്ടല്ലോ ഇവിടെ, ഇതിനൊരു പബ്ലിസിറ്റി ഒരു ഇതും കിട്ടിയിട്ടില്ല. ആൻഡ് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ വരെയല്ലുള്ളൂ. അപ്പോൾ അവിടെ കിട്ടുന്ന എന്താണ് കരിമീൻ പൊരിച്ചതും അതൊക്കെ ആൾക്കാർക്ക് അറിയുള്ളൂ. ഈ മലബാറിൽ എന്ത് കിട്ടും എന്നുള്ളത് ആർക്കും അറിയില്ല. അത് എന്നും എന്നെ അലട്ടിയുന്ന ഒരു കാര്യമായിരുന്നു. നമ്മൾ ആരെയും നോർത്ത് ഇന്ത്യൻസിൻ്റെ അടുത്തൊക്കെ നമ്മൾ അവരെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാലും അവർ പറയും ലൈക്ക് യു ഹാവ് ഓൺലി ഇഡ്ലി ദോശ, അല്ലെ മാക്സിമം ഇറ്റ് ഇസ് ഇഡ്ലി ദോശ അല്ലേ, വേറെ ഒന്നുമില്ല. ആൻഡ് വി പീപ്പിൾ ഹാവിങ് സോ മച്ച് ഓഫ് കൾച്ചർ. ഇതെല്ലാം എന്തുകൊണ്ട് നമുക്കൊരു ഇത് കിട്ടിയില്ല എന്നുള്ള വലിയൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ ചരിത്രങ്ങളൊക്കെ നോക്കി, ഈ ബുക്കുകളൊക്കെ എഴുതി വെക്കും. പണ്ടൊക്കെ എന്താ പറയുക, കേവിൻ്റെ മുകളിൽ കാവിങ് ഉണ്ട്, അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്, ഇവിടെ എഴുതി. പക്ഷെ ഈ ഭക്ഷണമായിട്ട് അനുബന്ധിച്ച് ആരും ഒന്നും എഴുതിയിട്ടോ പറഞ്ഞിട്ടോ ഇല്ല. ഈ യാത്രയുടെ ഒരു തുടക്കം ശരിക്കും എങ്ങനെയായിരുന്നു? കാരണം ഒരു സാരി ബിസിനസ് തുടങ്ങുന്നു, അത് ആ പീഡികമുറി ഒഴിയുന്നതിന്റെ ഭാഗമായിട്ട് കേസൊക്കെ വന്ന് പിന്നീട് അത് നിർത്താൻ തീരുമാനിക്കുന്നുണ്ടല്ലോ. ഒരു 3 മാസം കൂടെ റൺ ചെയ്ത് കോവിഡിന്റെ സമയത്ത് പിന്നെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നീട് ഈ പാചകം എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു സമയത്ത് ഞാൻ തുണി നിർത്തണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ബിക്കോസ് എന്ത് വീഴ്ചയിലും ഞാൻ എങ്ങനെങ്കിലും ഒന്ന് പിടിച്ച് കയറുമായിരുന്നു. എനിക്കറിയാം ഞാൻ വിട്ടുകൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഞാൻ വീഡിയോ നിർത്തണം എന്നുള്ളതല്ല വന്നത്. ഞാൻ എൻ്റെ ആദ്യമുള്ള ഷോപ്പ് പൂട്ടി ഞാൻ വേറൊരു ഷോപ്പ് തുറന്നു. ആ തുറന്നിട്ട് ഒരു 3 മാസം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോഴാണ് കൊറോണ വന്നത്.
ഈ കൊറോണ വന്ന സമയത്ത് പിന്നെ ആരും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്നുള്ളത്. മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല കൊറോണന്റെ സമയത്ത് ഓൺലി ഫുഡ് വാസ് സപ്പോസ് ടു ബി സോൾഡ്. ആകെ ഒരു സാധ്യത ഉള്ളത് അതൊരു സാധ്യത ഉള്ള ഒരു സമയം. ഉടനെ ഞാൻ എന്താക്കി, എനിക്ക് എങ്ങനെയെങ്കിലും ഐ ഹാവ് ടു സസ്റ്റെയിൻ മൈ സെൽഫ് അല്ലേ. ഞാൻ ഇത്രയും വലിയൊരു ഷോപ്പ് തുറന്ന് നാളെ അവിടെ കച്ചവടം ഇല്ലാണ്ടായി, എൻ്റെ അടുത്തുള്ള പണം മുഴുവൻ കൊണ്ടിട്ടിട്ടാണ് ഞാൻ വീണ്ടും ഒരു കാര്യം തുടങ്ങിയത്, ഒരു സംരംഭം. അത് 3 മാസം 2 മാസം കൊണ്ട് അത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ബേർഡൻ, എനിക്ക് ആലോചിക്കാൻ പറ്റാത്തായിരുന്നു. പിന്നെ എന്താ വെള്ളത്തിൽ വീണ പൂച്ച പേടിക്കും എന്ന് പറഞ്ഞ മാതിരി ആ ഒരു സമയത്ത് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, വെൻ ഇസ് ദിസ് ഗോയിങ് ടു ഗോ. എന്നാലും ഞാനൊരു 8 മാസം 9 മാസമൊക്കെ പിടിച്ചു നിന്നു കൊറോണ കാലത്ത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുറച്ചൊന്ന് വിട്ട് കിട്ടിയപ്പോൾ ഐ വെന്റ് ആൻഡ് സ്റ്റാർട്ടഡ് എ സ്മോൾ ചായയുടെ ഒരു ചെറിയൊരു എൻ്റെ ഷോപ്പിൻ്റെ സൈഡിൽ. അപ്പം ഞാൻ ചെറിയ ചായക്കട തുടങ്ങി, ലൈക്ക് ബൊട്ടീക്കിൻ്റെ സൈഡിൽ തന്നെ ഇൻസ്റ്റൈൽ. അപ്പോൾ കുറേ കുട്ടികളെല്ലാം നിങ്ങളെപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ നാട്ടിൽ തിരിച്ചിവിടെ തന്നെ നിൽക്കാൻ തുടങ്ങി. ഐ യൂസ് ടു സിറ്റ് ആൻഡ് ടോക്ക് വിത്ത് ദം. അങ്ങനെ അവരെല്ലാം എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് സഹായിച്ചു തന്നത്. ഇപ്പോഴത്തെ മോഡേൺ ടെക്നിക്സും ഇതും എല്ലാം വെച്ചിട്ട് അത് സ്റ്റാർട്ടഡ് ബോട്ടിൽ ചെയ്യാൻ. ഞാൻ അതിൻ്റെ മുന്നേ കുറച്ച് മസാലകൾ പൊടിക്കുമായിരുന്നു. അങ്ങനെ ഷോപ്പിൽ വരുന്ന നല്ല സാരിയെല്ലാം വാങ്ങുന്ന ആൾക്കാർക്കെല്ലാം ഞാൻ ചിലപ്പോൾ എൻ്റെ ഈ മസാല കൊടുക്കുമായിരുന്നു, ബിരിയാണീൻ്റെ മസാല. പിന്നെ അവർക്കത് വേണമെന്ന് പറഞ്ഞിട്ട് അവർ വാങ്ങാൻ തുടങ്ങി കടയിൽ തന്നെ. വെരി സ്മോൾ ക്വാണ്ടിറ്റി, ഇറ്റ് വാസ് നോട്ട് എ ബിസിനസ് ഓൾസോ. അപ്പോൾ പിന്നെ അതിപ്പോൾ ഈ കൊറോണ വന്ന സമയത്ത് വീട്ടിലേക്ക് ആയിപ്പോയപ്പോൾ സസ്റ്റൈനബിലിറ്റി ആയിരുന്നല്ലോ അവിടെ ആവശ്യം. ഐ സ്റ്റാർട്ടഡ് കുക്കിംഗ്. പിന്നെ അന്ന് ഈ ഓൺലൈൻ ഫുഡിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നു. ദാറ്റ് കെപ്റ്റ് മീ ഗോയിങ് വിദാറ്റ് ഈ ചെറിയ റെസ്റ്റോറൻറ്റും. അവിടുന്ന് ഞാൻ പിന്നെ ഈ ബോട്ടിലാക്കി ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇങ്ങനത്തെ ഇതിലേക്കൊക്കെ പോയി. അന്ന് ഞാനൊരു പുതിയ ഫോൺ വാങ്ങി. ആ ഫോണിൽ കൂടെ ഞാൻ പിന്നെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ തന്നെ ബ്രാൻഡിന് പേരിടുന്നത് ആബിദ റഷീദ് തന്നെയായിരുന്നല്ലോ. അതിന്റെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? അത് എനിക്കൊരു വാശിയായിരുന്നു. വാശി എന്നല്ല, സഞ്ജീവ് കപൂർ ഉണ്ട്, ഷെനാസ് ഹുസൈൻ ഉണ്ട്, വൈ നോട്ട് ആബിദ റഷീദ്? ബാഡ് ഓൾസോ. അപ്പോൾ ഞാൻ ഐ വോണ്ട് ടു മേക്ക് മീ എ ബ്രാൻഡ്. അങ്ങനെ ഞാൻ എൻ്റെ പേര് തന്നെ ഇട്ടു. അതിലിപ്പോൾ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ്, ആ പ്രവർത്തനം എങ്ങനെയൊക്കെയാണ്? അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മാജിക് മസാല. ലൈക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഒരുപാട് സാധനങ്ങൾ വേണ്ട എൻ്റെ ഇത് പ്രകാരം. ആൻഡ് യു ആർ നോട്ട് ഗോയിങ് ടു ഗോ റോങ്. ആ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മസാല ഒരു 5 ഗ്രാം ഉണ്ടെങ്കിൽ 1 കിലോ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ യുവർ ബിരിയാണി സക്സസ്ഫുൾ. അതായിരുന്നു എൻ്റെ ഒരു ടാർഗറ്റ്. രണ്ടാമത് ഞാൻ മീൻ പൊരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. കേരളത്തിൽ നമുക്ക് മീൻ പൊരിച്ചത് ഒരു വളരെ ആവശ്യമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ പൊരിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും ഇത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എനിക്കൊരു ചെറിയ ടെക്നിക്ക് അറിയാമായിരുന്നു. ആ ടെക്നിക്കിൻ്റെ ഇതിൽ ഞാനൊരു പൊടി ക്രിയേറ്റ് ചെയ്തെടുത്ത്. വേറെ ഒന്നുമല്ല, അത് മുളകുകൾ തന്നെയാണ്. വേറെ ഐ എം നോട്ട് പുട്ടിങ് എനിത്തിങ് ഇൻ ടു ദാറ്റ്. ആ മുളകിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതിന് ഏതൊക്കെ മുളക് കൂട്ടി 3-4 മുളക് കൂട്ടി ഈ ഫ്ലേവർ എവിടെ എത്തിക്കും, ആ ഒരു പോയിന്റിലാണ് ഞാൻ അതിൽ സക്സസ് ആയത്. അപ്പോൾ ആ മീൻ പൊരിച്ച പൊടി, പിന്നെ ഒരു കറി പൗഡർ, ഈ ഗരം മസാല, ഇത് 3 ഞാൻ ഇറക്കിയത്. പിന്നെ കുറച്ച് അച്ചാർ ഉണ്ടാക്കുമായിരുന്നു. ലൈക്ക് അന്നൊന്നും ഇപ്പോൾ ഈ നോൺ വെജിറ്റേറിയൻ പിക്കിൾസ് ഒന്നും ഇല്ലല്ലോ. അത് ഒരു ചെറിയൊരു ഈ പാചകം ഒരു കലയാണെന്നാണല്ലോ പറയാ. അപ്പോ യാദൃശികമായിട്ട് ഒരു കഫേ തുടങ്ങി, പിന്നീട് ഇപ്പൊ ഫീൽഡിൽ സജീവമായി നിൽക്കുന്നുണ്ട് 2 വർഷമായിട്ട് കോവിഡിന് ശേഷം. അപ്പൊ ഇത്രയും കൈപുണ്യം ഉണ്ടെന്നുള്ള ഇത് സ്വീകാര്യത നേടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇതിന്റെ താവഴി എങ്ങനെയാണ് ഈ കൈപുണ്യത്തിന്റെ? ഇതൊരു താവഴിയാണ് കൈപുണ്യം എന്ന് പറയുന്നത്. ഞാനായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, പുതിയ ഡിഷൊന്നുമില്ല. ഞാനിങ്ങനെ എൻ്റെ പഴയ വല്യമ്മമാരുടെ അടുത്തും ഒരു 3-4 തലമുറ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ തലമുറയിൽ നിന്ന് ഇങ്ങനെ അവരുടെ അടുത്തു നിന്നൊക്കെ ഞാനിങ്ങനെ അന്വേഷിച്ച് പിന്നോട്ട് എന്തായിരുന്നു അത് മാറാണ്ട് തിരിച്ച് അതേ രുചി തന്നെ. നമുക്ക് ഓർമ്മ ഉണ്ടാവും നമ്മളെ വല്യമ്മ ഉണ്ടാക്കി തന്നത്. ലൈക്ക് 1 or 2 ജനറേഷൻസ് മുന്നേ ആരായിരുന്നു നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും. ആ ഒരു ടേസ്റ്റ് നമ്മൾക്ക് ഉണ്ടാവും, ഓർമ്മ ഉണ്ടാവും. പിന്നെ അടുത്ത ജനറേഷനിലെ ഉമ്മ വന്നപ്പോൾ ആ ഉണ്ടാക്കിയപ്പോൾ വല്യമ്മ ഉണ്ടാക്കിയ മാതിരി ആയിട്ടില്ല എന്ന് പറയും നമ്മൾ. അന്ന് എൻ്റെ അമ്മേൻ്റെത് ഇങ്ങനെയല്ല, യുനോ. അപ്പോൾ എവറി കയ്യിൽ ഇതിങ്ങനെ മാറി മാറി പോവാണ്. സോ ഐ സ്റ്റാർട്ടഡ് മനസ്സിലാക്കാൻ തുടങ്ങി. ഇല്ല ഉമ്മ, നിങ്ങൾ ഉണ്ടാക്കിയത് വല്യമ്മ ഉണ്ടാക്കുന്ന മാതിരി ഇല്ല. അപ്പോൾ പിന്നെയും വല്യമ്മേൻ്റെ അടുത്ത് പോയി ചോദിക്കും, ആ എന്താ വല്യമ്മ, ഇതിലെന്താ വ്യത്യാസം, മാറ്റം? അതെന്താന്ന് വെച്ചാൽ എൻ്റെ അമ്മ എൻ്റെ ഫാദർ കല്യാണം കഴിച്ചു. അപ്പോൾ അവരുടെ കുറച്ച് ഇൻവോൾവ്മെന്റ് ഇതിലേക്ക് വരും.
അപ്പൊ ഇതിൽ പറയും ഇത് തക്കാളി ഇടൂല നമ്മളെന്ന് പറയും. അപ്പൊ വല്യമ്മ ഞാൻ ഉമ്മ തക്കാളി ഇട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ട്? ഉപ്പാടെ ഭാഗത്തുനിന്ന് തക്കാളി വേണം. That started changing that process of cooking. So ആ ഒരു ഓർമ്മ ഉണ്ടാവില്ലേ നമ്മൾ തിന്ന ഒരു സാധനം, അതിനെ നിലനിർത്തണം എന്നുള്ള ഒരു ഫീലിംഗ് വന്നു. അങ്ങനെയാണ് ഞാൻ ഒരു ഡിക്ഷണറി പോലെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത്. ഈ യൂട്യൂബ് വീഡിയോസൊക്കെ, എൻ്റെ യൂട്യൂബ് വീഡിയോസ് ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് പറ്റിയതേ അല്ല. നിങ്ങൾക്ക് എന്നാണ് കുക്കിംഗ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെതായ ഹിസ്റ്ററി അറിയണമെങ്കിൽ ദേ കൻ ഗോ ബാക്ക് ടു ദ വീഡിയോസ്. ലോങ് വീഡിയോസ് അല്ലേ. എനിക്ക് ഈ പാചകം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഒപ്പം അത് ആളുകൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് അതിന്റെ രീതികൾ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ കാലത്ത്, ഉച്ചക്ക്, വൈകിട്ട് അങ്ങനെ പറയാവോ? എങ്ങനെയാണ് ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാണ്? ഞാനൊക്കെ പഴയ മട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. രാവിലെ കുറച്ച് മുരിങ്ങൻ്റെ ഇല വേണം, തടിച്ച വെള്ളപ്പം വേണം, അല്ലെങ്കിൽ വെള്ളപ്പം കറി, അന്നന്നത്തെ ആ ഒരു മീലായിട്ട്. പിന്നെ ചിലപ്പോൾ ദോശ, ഇഡ്ഡലി, നമ്മുടെ പരമ്പരാഗതമായിട്ട് കഴിച്ചു പോയ ഭക്ഷണങ്ങൾ തന്നെ. ഞങ്ങളൊന്നും ബ്രെഡ് ബട്ടറിലേക്കൊന്നും മാറിയിട്ടില്ല. ഇല്ല അല്ലെ, അന്നന്ന് ഫ്രഷ് ആയിട്ട് കഴിക്കണ ആ ഒരു പരുവം. ഉച്ചക്കാകുന്ന സമയത്ത് എല്ലാ ദിവസവും നല്ല ചോറ് വേണം. ലൈക്ക് ചോറ്, മീൻകറി, പച്ചക്കറി, ഇതൊക്കെ തന്നെയല്ലേ നമ്മളും കഴിക്കണത്. എന്നും ബിരിയാണി, പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് എന്നും ബിരിയാണി കഴിക്കാൻ പറ്റുമോ? ഇല്ല. എന്നും എല്ലാവരും കഴിക്കണ കാര്യം തന്നെ. നമുക്കൊരു ഡയറ്റ് ഉണ്ട് നമ്മളെ നാട്ടിലെ എല്ലാവരും കഴിക്കണത്, ഏതുള്ളവനും ഇല്ലാത്തവനും കഴിക്കണ ചോറും കറിയും ഒക്കെ തന്നെ. അത് എല്ലാവരും അതേ സിസ്റ്റത്തിൽ തന്നെ. പിന്നെ മേ ബി ഒരു നോൺ വെജിറ്റേറിയൻ ആഡ് ഓൺ ആയിരിക്കും, ബിക്കോസ് യു ക്യാൻ അഫോർഡ് ടു. ഓക്കെ. ഈ മലബാറിന് പുറത്തുള്ള ഭക്ഷണങ്ങളിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ചോദിച്ചാൽ, ഒരു സ്നാക്സോ അതല്ലെങ്കിൽ ഒരു ഡിഷ് ചോദിച്ചാൽ എങ്ങനെയാണ്? എനിക്ക് ചൈനീസ് ഇഷ്ടമാണ്. നെക്സ്റ്റ്, ബിക്കോസ് അതിൽ ഇത്തിരി ഉപ്പും പുളിയൊക്കെ ഉണ്ടല്ലോ. അറബിക്ക് എന്ന് പറയുമ്പോൾ ഉപ്പും പുളിയും ഇല്ലല്ലോ. സോ ഐ പ്രിഫർ ചൈനീസ്. ഏറ്റവും സന്തോഷത്തോടു കൂടി പാചകം ചെയ്യുന്ന ഒരു ഡിഷ് ഏതായിരിക്കും? ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് നമ്മളൊരു കൂടിക്കുമ്പോഴൊക്കെ അല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ എല്ലാവരും കൂടി ഇൻവോൾവ് ആവുന്ന ഒരു കാര്യമാണല്ലോ. മേ ബി എല്ലാവരും വിഷനിരുന്ന് റെഡിയായോ എന്ന് ചോദിക്കൂലേ, കാത്തിരിക്കൂലേ. ആ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇലാബറേറ്റ് ആയിരിക്കും. ബിരിയാണി തന്നെയല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ബിരിയാണിനെ വിട്ട് കളിക്കാനുണ്ടോ? പൊറോട്ട, ബീഫ് ഒരു കാര്യമാണ്, പക്ഷെ അത് വീട്ടിലെ ഫുഡല്ല. പൊറോട്ട ഒരിക്കലും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റൂല. അപ്പൊ ഏറ്റവും വീട്ടിലൊരു എൻജോയ്മെന്റ് എന്ന് പറയുന്നത് മേ ബി എ ബാർബക്യൂ, എല്ലാരും കൂടി കോഴിയോ ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ ചുട്ട് കണലെല്ലാം ആക്കി, അതൊരു രസമാണ്. അല്ലെങ്കിൽ സെക്കൻഡ് തിങ് ഇസ് ബിരിയാണി. മലബാറിന്റെ ഭക്ഷണ രീതികൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റിൽ വരുന്ന കാര്യമാണ് ബിരിയാണി. അപ്പോൾ ഈ മലബാറിലെ ബിരിയാണികളിൽ എത്ര തരം, അതിന്റെ ഒരു സ്വഭാവം, രീതി, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന്റെ അത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാം. ഈ ബിരിയാണി എന്ന് പറയുന്നത് ഒരു മീൽ ബൈ ഇറ്റ് സെൽഫാ അല്ലേ. അത് ഓരോ വീടുകളിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നിങ്ങൾ തലശ്ശേരി ബിരിയാണി, കോഴിക്കോട് ബിരിയാണി, രണ്ട് ബിരിയാണിയാണ് മെയിനായിട്ട് നമ്മളിപ്പോൾ മലബാർ നോക്കുകയാണെങ്കിൽ. ഒന്ന് തലശ്ശേരി, കണ്ണൂർ, ഒന്ന് കോഴിക്കോട്. ഈ കോഴിക്കോടൻ ബിരിയാണി എന്ന് പറയുന്നത് അവർ ദം ഇട്ടിട്ട്, ലൈക്ക് പച്ചിറച്ചി, അതിൻ്റെ മേലെ ചോറ്, ഹാഫ് കുക്ക് ചെയ്ത ചോറ് അതിട്ട് നല്ലോണം സീൽ ചെയ്ത് ദം ചെയ്ത് ഫയർ ചെയ്ത് കുക്ക് ചെയ്യുന്നതിനാണ് ദം ബിരിയാണി എന്ന് പറയുന്നത്. നേരെ മറിച്ച് തലശ്ശേരി, കണ്ണൂരൊക്കെ പോയി കഴിഞ്ഞാൽ മീറ്റ് ഇസ് കുക്ക് സെപ്പറേറ്റ്, റൈസ് ഇസ് കുക്ക് സെപ്പറേറ്റ്, എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഇട്ട് അതിന് ദമ്മ് കൊടുക്കുന്നതിനാണ് തലശ്ശേരി ബിരിയാണി എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും സ്റ്റൈൽ ഓഫ് കുക്കിംഗ് ഡിഫറെൻറ്റാണ്. പക്ഷെ ഇതിലിടുന്നതും ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി തന്നെയാണ്. ഇതിലും ഇടുന്നത് അത് തന്നെയാണ് സാധനം. പക്ഷെ ദ ടെക്നിക്കാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. സോ ദാറ്റ് ഗിവ്സ് എ ഡിഫറെൻറ്റ് ടേസ്റ്റ്. അത്രയേ ഉള്ളൂ. പക്ഷെ അരി ഒന്ന് തന്നെ, ഇറച്ചി ഒന്ന് തന്നെ, സാധനങ്ങളെല്ലാം ഒന്ന് തന്നെ. ഈ ടെക്നിക്സ് ആർ ഡിഫറെൻറ്റ്. ചില സമയത്ത് ഇവിടുന്ന് തലശ്ശേരി എത്തുന്നതിന് മുന്നേ അതിൻ്റെ ഇടയിൽ ഒരു മുയ്പ്പിലങ്ങാട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഈ മുയ്പ്പിലങ്ങാടാർ ഉള്ളിയെല്ലാം ഇടുക. അവർ ആദ്യം തന്നെ തുടങ്ങുക മസാലയിലാണ്. അപ്പോൾ ചില ആൾക്കാർ തക്കാളി ഇടും, ചില ആൾക്കാർ വിചാരിക്കും എൻ്റെ ബിരിയാണി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കയ്യിൽ കിട്ടുന്ന മുളകും ജീരകവും പൊടിയും എല്ലാം എടുത്തിടും. നോ, നത്തിങ് ഷുഡ് ബി ഡൺ ഇൻ ദിസ് മലബാറി ക്വിസീൻ. ഇതിൻ്റെ ഒരു ഫേവറേറ്റ്, എന്തുകൊണ്ടത് ഫേവറേറ്റ് ആവണമെന്നറിയോ? ഇറ്റ് ഈസ് വെരി സട്ടിൽ. ഇറ്റ് ഈസ് നോട്ട് എംപവേർഡ് ബൈ മസാലാസ്. ഇത്തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മട്ടനാണ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അതിന്റെ ടേസ്റ്റ് മനസ്സിലാവണം, കൂടുതൽ ചേരുവകൾ ചേർക്കരുത് എന്നുള്ളത്. അപ്പൊ ആ ട്രിക്ക് ശരിക്കും എങ്ങനെയാണ്? ആ ട്രിക്ക് എന്ന് പറഞ്ഞാൽ മട്ടന് ഒരു 700-800 റുപ്പീസ് കൊടുത്ത് വാങ്ങുന്ന സാധനം തിന്നോണ്ടിരിക്കുമ്പോൾ ചോദിക്കണം ഇത് മട്ടനാണോ ബീഫാണോ എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ മാന്തി നോക്കിയിട്ട് അതിന്റെ കളർ എന്താന്ന് ചോദിച്ചിട്ട് ഇതാണോ എന്നല്ല ചോദിക്കേണ്ടത്. യെസ്, ഐ വോണ്ട് ടു ഈറ്റ് മട്ടൺ ടുഡേ, അല്ലെങ്കിൽ ഞാൻ കോഴിയാണ് കഴിക്കാൻ പോണത്. ഇതൊക്കെ ഒരു മനസ്സെന്ന് പറഞ്ഞ സാധനം കൂടി ഉണ്ട്. ഒരു ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ, അത് ഫീൽ നൈസ് ആവണമെങ്കിൽ,
അത് ഞാൻ പറയലുണ്ട് സെൻസ് ഓർഗൻസ് വർക്ക് ചെയ്യണമെന്ന്. ഇത് കാണണ്ടേ, ഇതെന്താന്നുള്ളത് മണക്കണ്ടേ, ഇത് കറി എത്രത്തോളം ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള കറി ആയിനോന്നുള്ളത്. അപ്പൊ ആ ഒരു ഇതാണ് ഈ മലബാർ ഭക്ഷണത്തിനുള്ള ഏറ്റവും വലിയ വീര്യം. ഈ കോഴിക്കോട് നിന്ന് ഒരു പാചക മേഖലയിൽ തുടക്കക്കാരിയായ ഒരാളെ താജ് ഹോട്ടലിൽ പൊക്കി കൊണ്ടുപോവുകയാണ് പിന്നീട് രാജ്യത്തിനകത്ത് ഒരുപാട് സ്ഥലത്ത് അന്തർദേശീയമായ ഒരുപാട് ഇവന്റുകൾക്കൊക്കെ. അപ്പൊ ഈ താജ് ഹോട്ടലുമായിട്ടുള്ള കണക്ഷൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഹോട്ടലിലെ കിച്ചൺ എപ്പോഴും ഹോട്ടലിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ആ ഡോറ് തുറക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ എന്താന്ന് ഇങ്ങനെ എത്തി വെക്കാൻ ഒരു ഇഷ്ടമായിരുന്നു. ഒരിക്കലും ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു അറിയുന്ന ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, താജ് വലിയൊരു പ്രോപ്പർട്ടി, അതിൻ്റെ ആൾക്കാരെല്ലാം ഇവിടെ വരുന്നുണ്ട്, കെൻ യു ഹെൽപ്പ് മീ വിത്ത് സം ഫുഡ്. അപ്പോൾ അവൾക്കറിയാൻ ഓരോ വെജിറ്റേറിയനാ, പക്ഷെ അവൾക്കറിയാം നല്ല ഭക്ഷണം ഉണ്ട് ഇവിടെ എന്നുള്ളത്. അപ്പം ഞാൻ കുറച്ച് കോഴി നിറച്ചതും നമ്മളുടേതാ പത്തിരി കുറച്ച് ബിരിയാണി എല്ലാം ഉണ്ടാക്കി കൊടുത്തയച്ച് ഞാൻ പോയി. പിറ്റേന്ന് ഞാൻ ഡൽഹിയിലെത്തിയപ്പോൾ എനിക്ക് അവിടെ കോള് വന്ന്, വേറെ യു എന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു യെസ് ഐ എം ട്രാവലിങ്, എനിക്ക് തുണി കച്ചവടാ, സോ ഐ ഹാവ് ടു ഗോ കളക്ട് മെറ്റീരിയൽ. അപ്പം എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ ചോദിച്ചു കെൻ യു കം ടു ബോംബെ എന്ന് ചോദിച്ച്. മൈ വേ ബാക്ക് ഐ ക്യാൻ എന്ന് പറഞ്ഞു. അങ്ങനെ വി ഫിക്സ്ഡ് ഇറ്റ് അപ്പ്. ദേ സെഡ് യെസ് യു ഹാവ് ടു കം ഹിയർ. വേ ബാക്ക് അവിടെ പോയി. അവിടെ പോയപ്പോൾ പറഞ്ഞ് ഒരു വലിയൊരു കിച്ചനൊക്കെ തന്നിട്ട് പറഞ്ഞ് കെൻ യു മേക്ക് ഡിന്നർ ഫോർ 8 people എന്ന് ചോദിച്ച്. ആൻഡ് ദേ വേ വൺ ഓഫ് ദ like biggest, I mean VVIPs of that place. And ഇപ്പൊ ഏറ്റവും വലിയ താജിന്റെ ബിൽഡിംഗ് ഉണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ കത്തിപ്പോയ അവിടെയാ. സോ എവറിഥിങ് വാസ് വെരി. പിന്നീടുള്ള ട്രാവൽ അവരുടെ കൂടെ എങ്ങനെയായിരുന്നു? ഇവന്റുകൾ അവരാ ഭക്ഷണം കഴിഞ്ഞാൽ തന്നെ അവരെന്നെ can you join us എന്ന് വെച്ച് കൂടെ കൊണ്ടുപോയി. അവരാണ് എന്നെ ഈ കുസീൻ സഹായിച്ചത് പ്രൊമോട്ട് ചെയ്യാനും. അല്ല, അതിലിപ്പോ ഏതൊക്കെ തരം ഭക്ഷണങ്ങളാണ് അവർ ആവശ്യപ്പെടാറുള്ളത്, അതിന്റെ കാര്യങ്ങളൊക്കെ? ഇതന്നെ ഈ ബിരിയാണി, നെയ്ച്ചോറ്, പത്തിരി കൂട്ടാന് നമ്മൾക്ക് അതന്നെ അറിയുള്ളൂ. നമ്മളുടെ ആ ഒരു ഭക്ഷണത്തിന്റെ ആ ഒറിജിനാലിറ്റിയും അതിൻ്റെതായ ഒരു ടിപ്പിക്കൽ ഫ്ലേവറും ഒക്കെ ഒരു മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ ഈ ഭക്ഷണം മുന്നോട്ടെടുത്തത്. ഐ യൂസ് ടു ടേക്ക് അപ്പ് കോഫി. അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഉണ്ടാവില്ലേ, ഇപ്പോൾ ഒരു 5 star ഹോട്ടലിൻ്റെ അടുത്ത് 2-3 റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്തായാലും ഉണ്ടാവും. ആ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഞാൻ അവിടെ ഉള്ളപ്പോൾ 10 ദിവസം കൺവേർട്ട് ചെയ്യും. അത് 10 ദിവസത്തേക്ക് മൽബാരി ഫുഡ് തന്നെ. അത് മേ ബി ചിലപ്പോൾ അത് അലാക്കാറ്റ് ഉണ്ടാവും, ചിലപ്പോൾ ബുഫേ ആയിരിക്കും. മെയിൻലി ഇപ്പോൾ ബുഫേ തന്നെ. സോ വി ഡു ലൈക്ക് 4 നോൺ വെജ് ഉണ്ടാക്കും, 4 വെജ് ഉണ്ടാക്കും, 2 ബിരിയാണി ഉണ്ടാക്കും, ഒരു 5-6 പച്ചക്കറീൻ്റെ ഡിഷസ് ഉണ്ടാക്കും, ഡെസേർട്ട്, സൂപ്പ്, എവറിത്തിങ് ഇസ് ക്രിയേറ്റഡ്. ഉസ്താദ് ഹോട്ടൽ സിനിമയിൽ പൈസയോട് ഉപ്പൂപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, സുലൈമാൻ ഉണ്ടാക്കുമ്പോൾ മുഹബത്തോടെ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പൊ ഈ രുചിയെയും കൈപുണ്യത്തെയൊക്കെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അതൊരു സന്തോഷമാണ്. നല്ല തിന്നാൻ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചാൽ ഞങ്ങൾ ഇന്നെ മറക്കൂല. നമ്മളൊരു 10-25 കൊല്ലം കഴിഞ്ഞിട്ട് എവിടെയും കണ്ടാൽ പറയും നിങ്ങളെ ബിരിയാണി ഇപ്പോഴും ഓർമ്മ ഉണ്ടല്ലോ. ആ ഒരു വർത്താനാണ് നമ്മളുടെ സന്തോഷം. ഭക്ഷണം കഴിക്കേണ്ട രീതിയെ കുറിച്ച് പലതരത്തിലും ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ്. കാരണം എൻ്റെ ആദരവും അനാദരവും ഒക്കെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അതിൻ്റെ ഏറ്റവും ഒരു അനുയോജ്യമായ ശൈലി ഇത്താക്ക് എങ്ങനെ പറയാൻ കഴിയും? അതൊരു ഡൈനിങ് ടേബിളിലെ മര്യാദകൾ ഉൾപ്പെടെ. അതില്ലേ, ഒരു ഡൈനിങ് ടേബിളിൻ്റെ മേലെ നമുക്ക് മനസ്സിലാവും ഒരു ഫാമിലിയുടെ ക്യാരക്ടേഴ്സും അതിൽ കാണിക്കുന്ന ആ മാനേഴ്സും പൊളൈറ്റ്നെസ്സും ഒക്കെ നമുക്ക് മനസ്സിലാവും. ആ ഒരു അടുത്തുള്ള ആളെ ശ്രദ്ധിക്കുന്നതും പാസ് ഓൺ ചെയ്യുന്നതും എല്ലാവരും കഴിച്ചോ നോക്കുന്നതും അതൊക്കെ ഒരു കുടുംബ കൂട്ടത്തോടു കൂടി ഇരുന്ന് ജീവിച്ച് കഴിഞ്ഞാലില്ലേ അത് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഭക്ഷണം നമ്മൾക്ക് വാരി വലിച്ച് കഴിക്കണതല്ല എന്നുള്ളത് ഞാൻ പറയാൻ കാരണം, നമ്മളിപ്പം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആ ട്രേ എടുത്ത് നടക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്നതെല്ലാം അതിൻ്റെ അകത്തേക്ക് എടുത്തിടും. എനിക്ക് നമുക്ക് വിശക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നാളെ ഉണ്ടാക്കാന്നുള്ള വിചാരം അതായിരിക്കും. അപ്പം ഇതേ സംഗതി തന്നെ നമ്മളിപ്പോൾ ഒരു ബുഫേയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ 1 മുതൽ 10 വരെ ഉണ്ട്. 1 കണ്ട് പിന്നെയും 1ലേക്ക് തിരിച്ചു വരാൻ പറ്റൂല. അപ്പൊ മേ ബി 8ാമത്തെ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി. അപ്പൊ എന്ത് ചെയ്യൂ, ഇതെല്ലാം ഇട്ട് പോകും. ആൻഡ് ഇറ്റ്സ് എ റോങ് തിങ്. ഒരു കറി ഉണ്ടാക്കുന്ന, ഇപ്പൊ ഞാനൊരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് എന്താ ശ്രദ്ധിക്കുക, അതിൻ്റെ ഉപ്പുണ്ടോ, അത് കറക്റ്റാണോ, അത് പുളിയാ, ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ആർക്ക് കഴിക്കാൻ തരുന്നത്, ഞാനത് പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം നിങ്ങളായിട്ട് വന്നിട്ട് അതിന് കുറച്ചും കൂടി ഇപ്പം ഇവിടെ ഇഷ്ടമുണ്ട്, ഇവിടെ മുളകിട്ടുണ്ട്, ഈ ഇഷ്ടം ആദ്യം വിളമ്പി, അതിൻ്റെ അടുത്ത് തന്നെ മുളകിട്ട് വിളമ്പി, അപ്പം എന്താവുക,
ഈ കറികളൊക്കെ ബ്ലെൻഡ് ആയില്ലേ. പിന്നെ അതിന്റെ മേലെ കുറച്ച് പച്ചക്കറി ഇട്ട്, പിന്നെ അതിന്റെ മേലെ ചോറ് ഇട്ട്, പത്തിരി ഇട്ട്. യു ആർ നോട്ട് അപ്രീഷിയേറ്റിംഗ് എനിത്തിങ് ആൻഡ് യു ആർ നോട്ട് ഈറ്റിംഗ് എ ഗുഡ് മീൽ. എല്ലാ കാലത്തും ഭക്ഷണപ്രേമികളുടെ ഒരു ഫുഡ് ഫേവറേറ്റ് ലിസ്റ്റിൽ ഒരു കോംബോ ഉണ്ടാവും. ഇപ്പോൾ പൊറോട്ട ബീഫ് നേരത്തെ പറഞ്ഞതുപോലെ, പുട്ട് കടലതുപോലെ. അപ്പോൾ ഇത്താടെ ഒരു ഫുഡിന്റെ കോംബോ പറയാവോ എങ്ങനെയാണെന്നുള്ളത്, ഇഷ്ടപ്പെട്ട ഫുഡ് കോംബോകൾ? ഇവിടെ കോഴിക്കോട് എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ഏറ്റവും ആരടുത്തും ഒരു പ്രിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ബിരിയാണി പോയി, രണ്ടാമത് വരുമ്പോൾ പൊറോട്ടയും ബീഫും പോയി, മൂന്നാമത് വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പത്തിരിയാ, നേരിയ പത്തിരി, ഒറോട്ടി, അങ്ങനത്തെ പത്തിരിയുടെ പല കനങ്ങളുമാണ് ഈ ഒറോട്ടി പത്തിരി എന്നൊക്കെ പറയുന്നത്. അപ്പം ആ പത്തിരി വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇഷ്ടവും പത്തിരിയായി. പുട്ട് വരുമ്പം പുട്ടും മീനുമാണ്. അങ്ങനെ ഒന്നൊന്നിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻസാണ് എപ്പോഴും നമ്മളെ വീടുകളിലൊക്കെ തയ്യാറാക്കുക. ഇപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ വെള്ളപ്പത്തിന് സ്റ്റൂ തന്നെ വേണം അല്ലേ? അപ്പം അത് സ്റ്റൂ ആണ് അതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ വെള്ളപ്പത്തിൻ്റെ കൂടെ വേറെ ഒരു മീൻകറി നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അതൊന്നും. ഇപ്പോൾ കപ്പ പറയുകയാണെങ്കിൽ കപ്പയുടെ കൂടെ എന്തൊക്കെ ഒരു പ്രോട്ടീൻ വേണം. മേ ബി ഒരു മീനോ അല്ലെങ്കിൽ ഒരു പച്ചമുളക് നല്ലോണം എരിവോ. അത് ആ കപ്പ കഴിക്കുമ്പോൾ അതിൻ്റെതായ ആസിഡിറ്റിയും പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളൊക്കെ ചക്ക തിന്നു കഴിഞ്ഞാൽ, പഴുത്ത ചക്ക തിന്നു കഴിഞ്ഞാൽ അപ്പം ഉമ്മ നമുക്കെല്ലാം ഓരോ കല്ലുപ്പ് വരും. ആ ചക്ക തിന്നു കഴിഞ്ഞപാട് ആ കല്ലുപ്പ് കഴിക്കുന്നത് എന്തോ ഡൈജഷൻ്റെ എന്തോ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ പൊരിച്ച മീൻ നമ്മൾ തിന്നും. പൊരിച്ച മീൻ തിന്നുമ്പോൾ അതിൽ വെളുത്തുള്ളി ചതുക്കിയിടും. ആ വെളുത്തുള്ളി കഴിക്കാൻ പറയും. അപ്പോൾ ആ വെളുത്തുള്ളി ഗിവ്സ് ദറ്റ് ആസിഡേഷനോ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സയൻറ്റിഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഓൾ ദീസ് ഫുഡ് വെ ക്രിയേറ്റ് ഇൻ എ വെരി സയൻറ്റിഫിക് വേ. ലൈക്ക് എവറിത്തിങ് വാസ് വെരി സയൻറ്റിഫിക് വേ. നമ്മൾ അതിൽ കയറി ഇടപെട്ടിട്ടാണ് അതിൻ്റെ ആ സയൻറ്റിഫിക് ഇതെല്ലാം മാറി എന്തിൻ്റെ കൂടെ. ഇറ്റ് വാസ് ഫ്യൂഷൻ, വാട്ട് യു കോൾ ഇറ്റ്. ലൈക്ക് യുനോ ഇറ്റ്സ് ട്രൂ, ഫ്യൂഷൻ വേണം. റാദർ ദൻ ഫ്യൂഷൻ ഐ വുഡ് ഓൾവേസ് റെക്കമെൻഡ്. ഇപ്പോൾ ചൈനീസ് എന്നാൽ eat the Chinese way. Don't put Chinese and Malabari together and bring a fusion into it. It will never mix. മയണൈസ് സോസ് മിക്സ് ചെയ്യുന്ന മാതിരി ആയിരിക്കും. മുട്ടയും എണ്ണയും ഒരിക്കലും മിക്സ് ആവില്ല. അത്രയും പ്രഷർ കൊടുത്തിട്ടാണ് ആ മുട്ടയും എണ്ണയും ബീറ്റ് ചെയ്തിട്ട് ഈ മയണൈസ് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ ആ എത്ര പ്രഷർ ഉണ്ട് അത് വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ആവാൻ. ആരെങ്കിലും ഇത് ആലോചിക്കുന്നുണ്ടോ? അതൊക്കെയാണ് വിരുദ്ധ ഫുഡ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മേ ബി അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ നല്ല തണുപ്പുള്ള സ്ഥലത്ത് അത് വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. ഡൈജഷൻ കുറേ സമയം എടുക്കുമായിരിക്കും. പക്ഷെ നമ്മളിവിടെയുള്ള ഈ ഉഷ്ണവും നമ്മളുടേതായ ക്ലൈമറ്റിലും നമ്മളുടെ സ്റ്റൈൽ ഓഫ് ഫുഡ് ഷുഡ് ബി ആ സ്റ്റൈൽ ഓഫ് ഫുഡ്. നിങ്ങൾ കാനഡയിൽ പോയി താമസിക്കുകയാണെങ്കിലും കാനഡ അങ്ങനത്തെ ഭക്ഷണം കഴിക്കണം. വൈ ആർ ദി ഈറ്റിംഗ് മോർ ഓഫ് മീറ്റ് റാൻ കാർബോഹൈഡ്രേറ്റ്സ്? ബിക്കോസ് it is quite cold there and they have to keep the. ഇപ്പം ഇവിടെ വേണ്ട. അപ്പം ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കൂ. കേരളത്തിൽ നേരിയ പത്തിരി ആയിരിക്കും. കോഴിക്കോട് വയനാട് പോയാലും എന്തായി? ടയർ പത്തിരിയായി. ഇറ്റ് ഷുഡ് ബി തിക്കർ. ബിക്കോസ് അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തു പോയി പണിയെടുത്ത് തിരിച്ചു വരുമ്പോൾ ആ വിശപ്പ് പിടിച്ചു നിൽക്കണമെങ്കിൽ മണിക്കൂറിന് ആ സാധനം വേണം. അതാണ് വ്യത്യാസം. ഈ കണ്ണൂര് അതുപോലെ കോഴിക്കോട് ജില്ലകളൊക്കെ പലഹാരങ്ങൾക്ക് പേര് കേട്ട നാടാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഏതൊക്കെയാണ്? അതുപോലെ ഈ പലഹാരങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പലഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ എല്ലാവരും ഉണ്ടാക്കുന്ന ഉന്നക്കായി എണ്ണ ആയിരിക്കും. ഈ ഉന്നക്കായി എണ്ണ അതിൻ്റെ 3-4 ടെക്നിക്സ് ഓഫ് പ്രോപ്പർലി അത് വരണം. യു വുഡ് ലൈക്ക് ടു ഹാവ് ഇറ്റ് വെരി സോഫ്റ്റ്. അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ആ ഉള്ളിൽ നിറയ്ക്കുന്ന ഇതിവിടെ ഉള്ള ഒരു മുട്ടയായിരിക്കും നിറയ്ക്കുക, ചിലർ തേങ്ങയായിരിക്കും നിറയ്ക്കുക. അപ്പം ആ ഒരു അതിൻ്റെതായ ഓരോ സ്ഥലത്തിന്. ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ കണ്ണൂർ തലശ്ശേരിക്കാർക്കാണെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക കല്ലുമ്മക്കായി നിറച്ചതാണ്. അതിന് അരിക്കെടുക്കാമെന്നും പറയും, കല്ലുമ്മക്കായി എന്ന് പറയും. ഈ കല്ലുമ്മക്കായി ഈ മലബാർ പ്രദേശത്തല്ലാണ്ട് മറ്റുള്ള കേരളത്തിൽ എവിടെ ആരും കഴിക്കുന്നില്ല, ഇന്ത്യയിൽ തന്നെ ഇല്ല. അപ്പം അതൊരു റീജിയണലി ഇവിടുത്തെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനമാണ്. അത് മാത്രമല്ല, അത് ഇവിടുത്തെ ആൾക്കാർ ഒറിജിനലി കടലിൽ നിന്ന് കിട്ടിയതേ കഴിക്കുള്ളൂ. അത് കൾച്ചർ ചെയ്തിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അത് കൾച്ചർ ചെയ്യുന്നത് എവിടെയാ? വേറെ സ്ഥലത്ത് വെച്ചിട്ടാണ് അത് പുഴയും കടലും മിക്സ് ചെയ്യുന്ന സ്ഥലത്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം എത്രത്തോളം അതിൻ്റെ ആ ഫ്ലേവറി കറക്റ്റ് ആവുന്നില്ല. കടലിലാകുമ്പോൾ അത് വലിയൊരു കാര്യമല്ലേ, അതിൻ്റെ ടേസ്റ്റ് അവിടെ നിന്നേ കിട്ടുള്ളൂ. അപ്പോൾ സെർട്ടൻ തിങ്സ് ലൈക്ക് കല്ലുമ്മക്കായി അല്ലെങ്കിൽ ബനാന ചിപ്സ് ലോകം മുഴുവൻ കിട്ടുന്നില്ലേ? എല്ലാവരും ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പോൾ. അതെന്താ കോഴിക്കോടൻ ചിപ്സിന് ഇത്ര പ്രത്യേകത? കോഴിക്കോടൻ ചിപ്സിൻ്റെ ബനാന ചിപ്സ് ഇവിടുത്തെ മണ്ണിൻ്റെ പഴത്തിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങും. ആ ക്വാളിറ്റി ഓഫ് ദാറ്റ് ബനാന അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ മുറിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് വെള്ളത്തിലേക്കാണ് മുറിക്കുന്നത്.
ആ വെള്ളത്തിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഇടും. ആ മഞ്ഞൾപ്പൊടി ഹെൽപ്സ് ടു ക്ലീൻ ദ സാപ്പ് ഇൻസൈഡ് ദാറ്റ് ബനാന. ക്ലീൻ ദ സാപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു കറ ഉണ്ടാവും ബനാനക്ക്, പഴത്തിന്. ആ കറയെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ഇടുന്നത്. ഈ മഞ്ഞൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ കറയെ മഞ്ഞൾ കൊണ്ട് വലിച്ചുകൊണ്ട് വരും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, അതിൻ്റെ പോസ് ക്ലീനായി. എന്നിട്ടത് ഫ്രൈ ചെയ്യും ഓയിലിൽ. അപ്പോഴാണ് ആ ക്രിസ്പിനെസ് ഓഫ് ദ ചിപ്സ് ഫോംഡ്. ഇതൊക്കെ ഒരു ടെക്നിക്കൽ വേർഷനാണ്. നേരെ മറിച്ച് തമിഴ്നാട് പോയി ഞങ്ങൾക്ക് കാണാം, ചട്ടീൻ്റെ മേലെ തന്നെ ആ ഇത് വെച്ചിട്ട് ചോപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തു. അപ്പോൾ ആ സാപ്പടക്കം അതിൻ്റെ അകത്ത് പോകുന്നത്. So that is what makes a difference of കോഴിക്കോടൻ ചിപ്സ് with other chips. ഇത്തയുടെ ഭക്ഷണത്തിന്റെ രുചി പോലെ തന്നെയാണ് ഇത്തയുടെ സംസാരം ഉള്ളത്. തനിനാടൻ കോഴിക്കോടൻ ശൈലിയിലാണ് സംസാരിക്കുന്നത്. അതില്ലേ മോനെ, ഞാൻ ഇങ്ങനെ തന്നെയാണ് വളർന്നതും ഈ വർത്താനം തന്നെയാണ് കേട്ടതും ഒക്കെ. എനിക്ക് എൻ്റെ ആദ്യത്തെ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു മലയാളമൊക്കെ ഒന്ന് നന്നാക്കി കളയുന്നു. ഫസ്റ്റ് വീഡിയോ എടുക്കുക, ആദ്യത്തെ 3 സെന്റൻസ് എല്ലാം ഞാൻ നോക്കി. പിന്നെ എനിക്കറിയില്ല ഭാഷയിലേക്ക് പറയാൻ പറ്റുള്ളൂ. So I am like this. I feel pride in my language. I have no feeling that I am not talking properly. This is how I grew. This is my language. Why should I feel that I am not talking properly? And it's മോനെ എത്ര ആയാലും നമ്മൾ എത്ര മേലോട്ട് പോയാലും നമ്മളെ കംഫർട്ട് റീജിയൻ നമ്മളെ ഭാഷയും നമ്മളെ വീടുമാണ്. I don't want to go away from that.